മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പൊന്നാനി. പൊന്നാനിയിൽ LDF സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ പൊന്നാനി എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ഇടതുപക്ഷത്തിന്റെ ഒരു ഉരുക്കുകോട്ടയാണ്. അവിടെ ഒരു പോരാട്ടമുണ്ടോ സത്യത്തിൽ? ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ മണ്ണാണെന്നുള്ള കഴിഞ്ഞ കാലങ്ങളായി ഇടതുപക്ഷത്തിനെ പ്രതിനിധീകരിക്കുന്ന MLA മാരുടെയും മുൻ മന്ത്രി, മുൻ സ്പീക്കർ ഒക്കെ കണക്കെടുത്താൽ നമുക്കറിയാവുന്നതാണ്. അതൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം പറയുന്ന, ഇടതുപക്ഷത്തിൻ്റെ നേർക്കാഴ്ചകളായിട്ടുള്ള വികസനങ്ങളെ അംഗീകരിക്കുന്ന, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശക്തമായ മണ്ണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ഓരോ തെരഞ്ഞെടുപ്പും ഓരോ പോരാട്ടമാണ്. അതുകൊണ്ട് പോരാട്ട വീര്യത്തിന് യാതൊരു കുറവുമില്ല, പോരാട്ടം തന്നെ തുടരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഒരു ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ ഇപ്പൊ ഈ പ്രചരണത്തിന്റെ അവസാന ദിവസത്തിൽ? ഈ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തുമ്പോൾ ഓരോ സ്റ്റേജിലും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ജനതയെയാണ് നമ്മൾ കാണുന്നത്, സ്ഥാനാർത്ഥി എന്ന നിലക്ക്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷം, ഏറ്റവും നല്ല ഭൂരിപക്ഷം വലുതായി സംഭവിക്കുമെന്ന് തന്നെയാണ് കണക്കൂട്ടൽ. കാരണം ജനങ്ങളെ അഭിപ്രായ പ്രകടനങ്ങൾ, അതുപോലെ തന്നെ അവരെ സന്തോഷത്തിൻ്റെ മുഖത്ത് കാണുന്ന ചില പ്രതീതികൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ജനങ്ങളുടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ തന്നെയാണ്. വോട്ടിംഗ് എന്ന ഒരു സംഭവം മാത്രമല്ല, അവരെ മുഖഭാവങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇടതുപക്ഷം അംഗീകരിക്കുന്നു, അതുപോലെ തന്നെ ഇടതുപക്ഷം നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുന്നു എന്നുള്ളത് വ്യക്തമാവുന്നുണ്ട്. ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഗുണകരമാകുമെന്നാണ് UDF കരുതുന്നത്. അങ്ങനെ ചില വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? അത് പരിഹരിക്കപ്പെട്ടിരുന്നോ? എന്താണ് അതിന്റെ ഒരു? ഈ പാർട്ടി എന്ന് പറയുന്നത് അവസാനം ഒരു സ്ഥാനാർത്ഥി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതാണ് പാർട്ടി സ്ഥാനാർത്ഥി. അതിനപ്പുറം ഒരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഇതിനെ ഏറ്റെടുക്കുന്നത്. എല്ലാ അർത്ഥത്തിലും അത് ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരും തന്നെ അങ്ങേക്ക് വേണ്ടി, അങ്ങേക്കൊപ്പം പ്രചരണത്തിൽ എല്ലാവരും അതിനകത്ത് അങ്ങനെ പാർട്ടിക്കകത്ത് ഒന്നുമില്ല. അതിനകത്ത് നോമിനേഷൻ കൊടുക്കാൻ എല്ലാവരും ഒരുമിച്ച് വരുന്നു, എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ അതിനകത്ത് പറഞ്ഞില്ല. തീരദേശ വോട്ടുകൾ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു മണ്ഡലം ആണല്ലോ ഇത്. ഇപ്പൊ അവിടെ ഈ ഹാർബറിലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില പരിമിതികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് കേൾക്കേണ്ടായി. ഇപ്പോൾ അവർക്ക് ഈ കപ്പൽ നിർമ്മാണശാല വരുമ്പോൾ കുറെ ആളുകളുടെ, ഈ മത്സ്യത്തൊഴിലാളികളുടെ ചായ്പുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഞങ്ങളവിടെ പോയ സമയത്തൊക്കെ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ ഓരോ പുരോഗമന പ്രവർത്തനങ്ങൾ വരുമ്പോഴും അതിനൊക്കെ ഓരോ തടസ്സവാദങ്ങൾ അവിടുത്തെ ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഉന്നയിച്ചിട്ടില്ല. അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഏത് രൂപത്തിലാണ് എന്നുള്ളതൊക്കെ പ്ലാനൊക്കെ പദ്ധതി അവരോട് കൂടി ആലോചിച്ചുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാതെ, ഒരു നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു കോട്ടങ്ങളില്ലാതെ നടത്തുന്ന ഉറപ്പാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞ് ഒരു കഥ ഉണ്ടാക്കുക എന്നല്ലാണ്ട് യാഥാർത്ഥ്യം അതല്ല എന്ന് അവിടുത്തെ അറിയുന്നുണ്ട്. അങ്ങനെ യാതൊരു സംഭവം ഇല്ല. അപ്പം അതിനകത്ത് നമ്മൾ ഒരു കപ്പൽ നിർമ്മാണശാല വരുന്നു, 1000 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, അതിനകത്ത് തൊഴിൽ സാധ്യതകൾ വരുന്നു, ആ പരിസരത്തുള്ള ജനങ്ങൾക്ക് ജീവിക്കാനുള്ള മറ്റു ധനാഗത മാർഗങ്ങൾ വർദ്ധിക്കുന്നു. ഇതൊക്കെ വരുമ്പോൾ ഒരു വലിയ മാറ്റമാണ്. ആ മാറ്റത്തെ ഉൾക്കൊള്ളുന്നതിൻ്റെ ഇടയിൽ ഒരു കാരണവശാലും ഒരാൾക്ക് പോലും ഒരു അവകാശങ്ങളും നഷ്ടപ്പെടുന്ന രീതി അവിടെ വരുന്നില്ല. അതൊന്നും ആരെയും നഷ്ടപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവരത് നീക്കിയിട്ടോ അല്ല അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രചരണം ഒരു കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതൊരു പക്ഷേ ഒരു ഇലക്ഷന് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള ഒരു ബലൂണ് മാത്രമായിരിക്കാം. അത് അവരെന്നെ പൊട്ടിച്ചു കഴിഞ്ഞു. ആ ബലൂണൊക്കെ പൊട്ടിച്ച് ആ പ്രദേശത്തുള്ളവരൊക്കെ എല്ലാവരും ഇറങ്ങി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു കഴിഞ്ഞു. എല്ലാം ക്ലിയർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇനി ഒന്നും തന്നെ ഒരു നുണകളും പൊന്നാനിക്കാരൻ മുന്നിൽ ഏശില്ല എന്ന രൂപത്തിൽ ബോധ്യപ്പെട്ടു. ഒന്ന് വെച്ചാൽ വികസനങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു വികസനമില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ നുണയായിട്ട് മാറും. കാരണം ചില വികസനങ്ങളും മേശപ്പുറത്തിരുന്നിട്ട് നമ്മൾ പറയാണ് ഇതൊന്നുമില്ല എന്ന് പറഞ്ഞ തെറ്റല്ലേ. അപ്പം അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളും പിന്നെ തെറ്റായ പ്രചരണങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ വിജയിക്കും. ഇപ്പൊ എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. ഇനിയിപ്പോ കൊട്ടിക്കലാശത്തിലേക്കൊക്കെ അവരങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടിയാണ് സ്ഥാനാർത്ഥി പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ ജിജീന്ദ്രനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.